ഓക്കെ. അപ്പം നമ്മൾ ട്രേഡിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതിൽ അടുത്ത നമുക്ക് ചോദിക്കാനുള്ളത് ഇപ്പം ഒരുപാട് കേൾക്കുന്നതാണ് AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ റോബോ ട്രേഡിങ്ങും ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ട്. ഈ റോബോ ട്രേഡിങ് എങ്ങനെയാണ് ഇതിൽ എഫക്റ്റ് ചെയ്യുന്നത്? മാർക്കറ്റിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരുപാട് ഈ റോബോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്ന സംഭവം ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവങ്ങളല്ല. ആക്ച്വലി കുറേ കാലങ്ങളായിട്ട് മാർക്കറ്റിലുള്ള സംഭവങ്ങളാണ്. ഇപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടോപ്പിക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നതുകൊണ്ട് അതിൻ്റെ ഒരു ബാനറിലോട്ട് അത് വന്നു എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് സംസാരിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഫോറക്സിലായിക്കോട്ടെ, ക്രിപ്റ്റോയിലായിക്കോട്ടെ, ഇന്ത്യ മാർക്കറ്റിലായിക്കോട്ടെ ഒരുപാട് സ്കാമുകൾ ഇപ്പോൾ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പേരും പറഞ്ഞിട്ട് ഒരുപാട് ഓട്ടോമേറ്റഡ് ട്രേഡിംഗ് സോഫ്റ്റ്വെയർ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഹ്യൂജ് റിട്ടേൺസ് ഒക്കെ ഓഫർ ചെയ്തിട്ട് 100%ഉം 50% ഒക്കെ മന്ത്ലി റിട്ടേൺസ് ഒക്കെ ഓഫർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഒരുപാട് സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് പറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത്, നമുക്ക് ഈ പറഞ്ഞ പോലെ റോബോട്ടിക്സും കാര്യങ്ങളൊക്കെ നേരത്തെയുള്ള സംഭവങ്ങളാണ്. ഓട്ടോമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കൊരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ സ്ട്രാറ്റജി കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാനും ഓട്ടോമേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ടൈം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡ്സും കാര്യങ്ങളും അങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രാറ്റജീസ് കാര്യങ്ങൾ ബിൽഡ് ചെയ്തിട്ട് അവിടെ നമ്മളത് ഓട്ടോമേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് അവിടെ സിസ്റ്റത്തിന് മുന്നിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, ട്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് പാസീവ് ഇൻകം പോലെ ട്രേഡിങ്ങിനെ കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പക്ഷേ അവിടെ ഒരു വെല്ലുവിളി എന്ന് പറയുന്ന മെയിൻ കാര്യം നമുക്ക് ഈ ടെക്നിക്കൽ എറേഴ്സ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പൈസയാണ് അവിടെ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ടെക്നിക്കൽ എറേഴ്സ് കാരണം വലിയ വലിയ ലോസസ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരും, വലിയ ഡ്രോബാക്സ് ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷൻസും വരും. അപ്പോൾ ഇവിടെ ഇത്തരം സോഫ്റ്റ്വെയറുകൾ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്താണെങ്കിലും പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI ആയതുകൊണ്ട് അല്ലെങ്കിൽ റോബോട്ടിക്സ് ആയതുകൊണ്ട് അവിടെ ലോസേ വരത്തില്ല, പ്രോഫിറ്റ് മാത്രമേ വരുള്ളൂ എന്നുള്ള രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, അവിടെയും ലോസും വരും, അവിടെയും പ്രോഫിറ്റും വരും, റിസ്ക്കും റിവാർഡും അതിനനുസരിച്ചാണ് വരുന്നത്. അപ്പോൾ പ്രോപ്പർ മാനേജിങ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് നമ്മളൊരു ഇയറിലൊക്കെ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് പോകും. അല്ലാതെ ഹ്യൂജ് റിട്ടേൺസ് ഓഫർ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് സ്കാമാണ്, ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ അത് സ്കാം ആവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് 1-2 പ്ലാറ്റ്ഫോമുകൾ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്കാമുകൾ ചെയ്യുന്ന. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, നമ്മളെടുത്ത് അങ്ങനെ ഒരാൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പേരും ട്രേഡിങ്ങിൻ്റെ പേരും കൂടെയൊക്കെ ഒരുമിച്ച് വെച്ച് ഇതിൽ നിങ്ങൾ ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്ര രൂപ കിട്ടുമെന്ന രീതിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചോദിക്കേണ്ടത് നമ്മളെ ഇതിലോട്ട് ചേർത്തുന്നതിൽ നിനക്ക് എന്ത് കിട്ടും? അപ്പോൾ അവർ പറയും എനിക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടും. അപ്പോൾ ഈ റെഫറൽ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഏതൊരു പ്ലാറ്റ്ഫോം ട്രേഡിങ്ങിൽ കണ്ടാലും അത് ഫേക്ക് ആണ് അല്ലെങ്കിൽ സ്കാം ആണെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്ത് അതിൽ നിന്ന് അവർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ റിട്ടേൺസ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മൗത്ത് പബ്ലിസിറ്റി തന്നെ അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് പോകും. നമുക്കതൊരു മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് റെഫറൽ സിസ്റ്റം അതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു റെഫറൽ സിസ്റ്റം അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു പച്ചയായ MLM ആണ് അവിടെ നടക്കുന്നത്. നേരത്തെ ഒക്കെ ഉണ്ടായിരുന്ന MLM തന്നെയാണ് അവിടെ നടക്കുന്നത്, മണി ചെയിൻ സിസ്റ്റം തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇത് വേറൊരു രീതിയിൽ ഈ ഒരു പേരിൽ ബാനറിൽ കൊണ്ടുവന്നു എന്ന് മാത്രമാണ്. അപ്പോൾ അതിങ്ങനെ ആ രീതിയിലുള്ള സ്കാമുകൾ കാര്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ട്രേഡിംഗ് എന്നുള്ള ടോപ്പിക്ക് കണ്ടിട്ട് എല്ലാവരും ചാടിക്കേറി പൈസ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പോകരുത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടിയേക്കുന്നത് റോബോട്ട് ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോസ് ഉണ്ടാവില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണ്ട. തീർച്ചയായിട്ടും അതിൽ ലോസും പ്രോഫിറ്റും ഒക്കെ ഉണ്ടാവും. നമ്മൾ സൂക്ഷിച്ച് തന്നെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ബാക്ക് പോലുണ്ട് അല്ലേ? അത് ശരിക്കും നല്ലതാണോ അതോ അത് ചെയ്യാതിരിക്കുന്നതാണോ നല്ലത്? നമ്മൾ വീണ്ടും ട്രൈ ചെയ്യണമെന്നാണോ ട്രേഡിങ്ങിലത്തെ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആയിട്ടുള്ള ഷിബിലി റഹ്മാൻ പറയാനുള്ളത്? ട്രേഡിങ്ങിൽ നമുക്ക് ലോസ് ഇല്ലാണ്ട് എന്തായാലും പോകാൻ പറ്റില്ല. ഇത് പാർട്ട് ഓഫ് ദ ഗെയിം, ലോസ് പാർട്ട് ഓഫ് ദ ഗെയിമാണ്. നമുക്ക് ട്രേഡിങ്ങിൻ്റെ ഒരു പാർട്ടാണ് ലോസ് എന്ന് പറയുമ്പോൾ, അതെന്തായാലും വരും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസസേ നമുക്ക് വരാൻ പാടുള്ളൂ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു 1 ലക്ഷം രൂപ ക്യാപിറ്റൽ വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ലോസ് ആ 1 ലക്ഷം രൂപയിൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1000 രൂപയായിരിക്കും അല്ലെങ്കിൽ 2000 രൂപയായിരിക്കും. അതേ നമ്മൾ എടുക്കാൻ പാടുള്ള റിസ്ക്. അതിലപ്പുറത്തോട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിസ്ക് എടുക്കാൻ പാടില്ല എന്നൊരു ഫിക്സഡ് ഒരു ക്രൈറ്റീരിയ നമ്മൾ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ലോസിനെ മാനേജ് ചെയ്യേണ്ടത്. റിസ്ക് മാനേജ്മെൻറ്റ് എന്നൊക്കെ നമ്മൾ പറയും, അങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. അതല്ലാണ്ട് വലിയ ലോസസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബ്രേക്ക് എടുക്കണം. എന്തായാലും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, വലിയ ലോസ് വന്നാലും വലിയ പ്രോഫിറ്റ് വന്നാലും, അതിപ്പോൾ പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, വലിയ എമൗണ്ടിൽ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മളൊരു ബ്രേക്ക് എടുക്കണം. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ ലോസ് വന്നിട്ട് നമ്മൾ അത് റിക്കവർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. ആ ഒരു ഫിയറിലും ആ ഒരു ഇതിലായിരിക്കും നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ എമോഷൻസ് വർക്കാവും. നമ്മളവിടെ ഈ ഒരു ക്യാപിറ്റൽ നഷ്ടം വന്നത് നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ ഇല്ലാത്ത പൈസ കൂടി ഒപ്പിച്ച് വീണ്ടും ട്രേഡിങ്ങിലോട്ട് പോകുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കില്ല മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കൂടുതൽ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതെ, മൈൻഡ് ഗെയിമാണ്. അപ്പോൾ അവിടെ മൈൻഡ് നമുക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പോൾ അത് പ്രോഫിറ്റിൻ്റെ കേസിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. വലിയ പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആവും.
നമുക്ക് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെയാണെന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് വന്നിട്ട് അത് നമ്മൾ കളയുകയും ചെയ്യും. ആ പ്രോഫിറ്റ് മൊത്തം നമ്മൾ കളയുകയും ചെയ്യും. അതാണ് മനുഷ്യന്മാരുടെ ഒരു മൈൻഡിൻ്റെ ഒരു ഗെയിമാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 സിനാരിയോസ് വന്നു കഴിഞ്ഞാലും നമ്മളൊരു ബ്രേക്ക് എടുക്കുക, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രേഡിംഗിൽ. റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും, നമുക്ക് കൂടുതൽ. പിന്നെ ഇപ്പോൾ ട്രേഡിംഗിൽ ഇപ്പോൾ വലിയ ലോസിൻ്റെ കാര്യമാണ് നമ്മളവിടെ സംസാരിച്ചതെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ ലോസസ് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വലിയ ക്യാപിറ്റൽസ് വെച്ച് റീസ്റ്റാർട്ട് ചെയ്യരുത്. ഏറ്റവും കുറഞ്ഞ ക്യാപിറ്റലിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ അത്രയും കുറഞ്ഞ ക്യാപിറ്റലിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് മെല്ലെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും കണ്ടിന്യൂഷനിലോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പം ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഫുൾ ബാക്ക് ഔട്ട് ചെയ്യരുത്, പകരം ഒരു നല്ല രീതിയിൽ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിൽ ഒരു പ്രോഫിറ്റബിൾ ഷിബ്ലി റഹ്മാനെ പോലെ ഒരാളായി മാറാൻ സാധിക്കുന്നതാണ് ഉറപ്പ് അല്ലേ? തീർച്ചയായിട്ടും. ഇനി അതിനുശേഷം പറയുകയാണെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കാര്യം നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ മൊത്തം പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. അപ്പോൾ ഷിബ്ലി റഹ്മാൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ് എങ്ങനെയായിരുന്നു? ഞാൻ എൻ്റെ പേഴ്സണൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളും ബിൽഡ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന ഫൈനാൻസ് ഫീൽഡിൽ നിന്ന് ആയതുകൊണ്ടാണ്. ഈ പറഞ്ഞ പോലെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഞാൻ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ആർട്ടിക്കിൾസ് ആയാലും കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും ആൾക്കാർ ചോദിക്കുന്നതൊക്കെ ഈ ഒരു ഫീൽഡിൽ നിന്ന് വരുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഒരു കോണ്ടന്റ് ക്രിയേറ്ററാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ ആണ് ഞാൻ അവയർനെസ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രാൻഡുകൾ അല്ലെങ്കിൽ ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ റോയൽ അസറ്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സിലൂടെയാണോ ബ്രാൻഡിങ് ചെയ്തിരിക്കുന്നത്, അതോ ഷിബ്ലി റഹ്മാൻ എന്നുള്ള പേരിലൂടെ? ഷിബ്ലി റഹ്മാൻ എന്നുള്ള പേരിലാണ്, ആക്ച്വലി SRKP റഹ്മാൻ എന്നാണ് എൻ്റെ ആ ഒരു പേര് വരുന്നത്. ആ ഒരു പേരിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിലോട്ട് നമ്മൾ ട്രേഡും കാര്യങ്ങളും ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞ് നമ്മളെ അപ്രോച്ച് ചെയ്ത ആൾക്കാരെയാണ് പിന്നെ നമ്മൾ കമ്പനി ആ ഒരു ലെവലിലേക്ക് റോയൽ അസറ്റ്സ്, റോയൽ അക്കാദമി അങ്ങനെ ഓരോ കമ്പനീസ് കാര്യങ്ങളായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ പിച്ച് ചെയ്ത സമയത്താണെങ്കിലും നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിൽ നിന്നാണ് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാനാണെങ്കിലും ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് തന്നെയാണ്. അതിൽ പറയുന്ന പോലെ തന്നെ കോണ്ടന്റ് ക്രിയേഷൻ ആണ് മെയിൻ തിങ്. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും കോണ്ടന്റ് ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിലും എൻ്റെ എല്ലാ ബിസിനസ്സിനെയും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ്. ബിസിനസ്സസ് ബിൽഡ് ചെയ്യാനും അത് റൺ ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് സോഷ്യൽ മീഡിയാസിലും കാര്യങ്ങളിലും ഉണ്ടായിരിക്കുക, നമ്മളുടെ ഫേസാണ് അവിടെ ആൾക്കാർ കാണുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫൈനാൻസ് മേഖലയാണെങ്കിലും ഏത് മേഖലയാണെന്നുണ്ടെങ്കിലും ബിസിനസ്സിൽ ട്രസ്റ്റാണ് മെയിൻ. അപ്പോൾ അവർക്ക് ആ ഒരു ട്രസ്റ്റ് നമുക്ക് അവരുടെ മുന്നിൽ നമ്മളെ കാണുകയാണ്, നമ്മളാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ആ ഒരു ട്രസ്റ്റ് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പിന്നെ അത് മാത്രമല്ല നമുക്ക് നല്ലൊരു ഓഡിയൻസിനെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്കൊരു സർവീസ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു ബിസിനസ് നമ്മൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു ഓഡിയൻസ്, അവിടെ ഫിക്സ്ഡ് ഓഡിയൻസ്, ഒരു ബേസിക് ഓഡിയൻസ് നമുക്കുണ്ട്, ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട്. ആ കമ്മ്യൂണിറ്റിയിലോട്ട് തന്നെ നമുക്ക് ആദ്യം അത് പിച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അവിടെ നിന്ന് നമുക്കത് എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് പേഴ്സണൽ ബ്രാൻഡിങ്ങിലും അതുപോലെ തന്നെ ഈ ഒരു ക്രിയേറ്റർ എക്കണോമി മാർക്കറ്റിനൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലും കാര്യങ്ങളാണ്. അതിൽ അത്യാവശ്യം പറഞ്ഞ പോലെ തന്നെ ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ കോണ്ടന്റും കാര്യങ്ങളും സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റീച്ചും ഓഡിയൻസും കാര്യങ്ങളൊക്കെ എൻ്റെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിസിനസ്സുകാർ അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതും എനിക്കതാണ്. നിങ്ങളിപ്പോൾ ബിസിനസ്സസ് ബിൽഡ് ചെയ്യുമ്പോൾ പഴയ പോലെയല്ല, ട്രഡീഷണൽ മാർക്കറ്റിംഗ് കാര്യങ്ങളൊന്നും അല്ല. ഇപ്പോൾ നമുക്ക് ഡിജിറ്റൽ ആയാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എത്തുന്നതിന് മുന്നേ നമ്മളുടെ അതേ ഫീൽഡിൽ നിന്നുള്ള ആൾക്കാർ നമ്മളേക്കാൾ മുന്നേ അവിടെ എത്തിത്തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക. അതല്ലാതെ മീൻസ് അതിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരല്ല എന്നുണ്ടെങ്കിൽ ആരെ കൊണ്ടാണോ ചെയ്യിപ്പിക്കാൻ പറ്റുക അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ആ ഒരു സൈഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അതായത് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലേക്ക് മാത്രമേ നിൽക്കുള്ളൂ, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് പോവില്ല, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യില്ല എന്ന് വാശി പിടിച്ച് നിൽക്കുന്ന ചില ഒരു ജനറേഷൻ ഉണ്ട്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു ഉപദേശമാണ്, തീർച്ചയായിട്ടും അതിലേക്ക് പോയേ പറ്റൂ. അതായത് പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്കാളും ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്കാളും പോയേ പറ്റൂ, എന്നാലേ നമ്മുടെ ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാകുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഷിബ്ലി റഹ്മാൻ അല്ലേ? അപ്പോൾ നമ്മൾ ഇത്രയും നേരം വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? ആക്ച്വലി ഞാൻ ഫ്യൂച്ചർ പ്ലാൻ എന്താണെന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഒരു 16 to 21 ഇയേഴ്സിൽ വരുന്ന, അതല്ല 21 അപ്പുറം ഒരു 40 അല്ലെങ്കിൽ എബോ 40 വരുന്ന ആൾക്കാർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഷിബ്ലി റഹ്മാൻ ഈ ഒരു കുറഞ്ഞ കാലയളവിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ഇനിയും ഉണ്ടാവുമല്ലോ ഫ്യൂച്ചർ പ്ലാൻസ്. എന്താണ് ഷിബ്ലി റഹ്മാൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബിസിനസ്സുകാരനാവണം, ഒരു ഓൺട്രപ്രണർ ആവണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ വളരെ ഒരു ബഡ്ഡിങ് സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയും ബിസിനസ്സസ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ 2024 നമുക്ക് ഏകദേശം 8ഓളം പ്രൊജക്റ്റുകൾ ഇപ്പോൾ നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ അക്കാദമിയുടെ ഫ്രാഞ്ചൈസിങ് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും IT ഫേമിൻ്റെ എക്സ്പാൻഷനാണ് കാര്യങ്ങളുണ്ടെങ്കിലും, അതുപോലെ നമുക്ക് പുതിയൊരു 2 പ്രൊജക്റ്റുകൾ നമ്മൾ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും, അതുപോലെ തന്നെ സ്റ്റുഡൻസിനായിട്ടുള്ള ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് വീട്ടമ്മമാർക്കും
ഹൗസ് വൈഫ്മാർക്കും അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിനെയും ഫോക്കസ് ചെയ്തിട്ട് തന്നെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്കൊരു റീസെല്ലിംഗ് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് അങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനുള്ളൊരു സംഭവം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഓണ്ടർപ്രണേഴ്സിനായിട്ടൊരു കമ്മ്യൂണിറ്റി ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പോഷറും കാര്യങ്ങളും നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പുതിയ പുതിയ ഐഡിയാസ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നമ്മളെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ, നല്ല യുണീക്കായിട്ടുള്ള പൊട്ടൻഷ്യലുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൽ നിന്ന് നമ്മൾ ബിസിനസ്സിനെ ബിൽഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇനി ഫ്യൂച്ചർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഈ 2024 ഏകദേശം നമ്മളുടെ ഒരു റൂട്ട് മാപ്പ് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ സമയത്ത് ഏതൊക്കെ ചെയ്യണം എന്നുള്ളത് നമ്മൾ അപ്പോൾ ഓരോന്നായിട്ട് ഇനി ഉണ്ടാവും. ഓരോരോ ബിസിനസ്സുകളും ഓരോരോ ബ്രാൻഡുകളും നമ്മൾ കൊണ്ടുവരും നമ്മുടെ സൈഡിൽ നിന്ന്. അതാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. 16 വയസ്സ് തൊട്ട് 21 വയസ്സ് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതൊരു ആൺകുട്ടിക്കും ആദ്യം വരുന്ന ചിന്ത ഒരു ലൈൻ എങ്ങനെ സെറ്റാക്കാമെന്നായിരിക്കും. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ലൈനല്ല, ഒരു സംരംഭം എങ്ങനെ ഉണ്ടാക്കാം, ഒരു ബിസിനസ് എങ്ങനെ നടത്താം, കുറച്ച് പേർക്ക് എങ്ങനെ ജോലി കൊടുക്കാം, എങ്ങനെ മാതാപിതാക്കൾക്ക് സപ്പോർട്ടായി നിൽക്കാം എന്നെല്ലാം ചിന്തിക്കുന്നവർ വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ് ഷിബ്ലി റഹ്മാൻ. ഷിബ്ലി റഹ്മാൻ ഒരു സംരംഭം മാത്രമല്ല, ഒന്നിൽ കൂടുതൽ സംരംഭങ്ങൾ, ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുകയും ചെയ്തു ഈ ഒരു 21 വയസ്സിനുള്ളിൽ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ് ഷിബ്ലി റഹ്മാൻ്റെ. ഇതുപോലുള്ള ഇൻസ്പയറിംഗ് സ്റ്റോറീസുമായിട്ട് ഇനിയും നമ്മൾ ഇൻസ്പയർ കാണുന്നത് വരെ ഇറ്റ്സ് മീ സജ്ന സഹറ സൈനിങ് ഓഫ്.